ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് അതിർത്തിടല്ലേ. സജ്ന ആൻഡ് ഫിറോസ് ഖാൻ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഇതൊരു യൂണിവേഴ്സായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നു എന്നുള്ളത്. ദേ തുടങ്ങിയിട്ടുണ്ട് അടുത്ത യൂണിവേഴ്സ്, സജ്ന ഫിറോസ് യൂണിവേഴ്സ്. ഡിവോഴ്സ് ആയിട്ട് പോലും പരസ്പരം കുറ്റം പറയാത്ത, ചളിവാരി എറിയാത്ത ഒരു കപ്പിൾ എന്നൊരു ഇമേജിൽ ഇത്രയും നാൾ നിന്ന രണ്ടാൾക്കാർ ഇപ്പം പരസ്പരം ചളി മാത്രമല്ല വേറെ എന്തൊക്കെ വാരി എറിയാവോ അതൊക്കെ വാരി എറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും തീരുന്ന ഒരു യൂണിവേഴ്സ് അല്ല. കാരണം ഫിറോസ് ഖാൻ്റെ പേരിൽ മറ്റേ ജോസ്കോ കേസ് വരെ സജ്ന ഇവിടെ ആരോപിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം ഇത് കേസ് കോടതി ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ യൂണിവേഴ്സ് തീരത്തില്ല. സജ്നയുടെ ഒരു അവിഹിതം പുറത്ത് വിട്ടപ്പോൾ സജ്ന ഫിറോസ് ഖാൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല വെട്ടിപ്പായിട്ട് വിളിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ അങ്ങ് സജ്ന മുക്കി. ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ നിൽക്കരുത്. സോഷ്യൽ മീഡിയയാണ്. ഇയാൾ കൊണ്ടുപോയി അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് കിട്ടേണ്ട ആൾക്കാരുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് പൊങ്ങുകയും ചെയ്യും. ധൈര്യമില്ലാത്ത കാര്യത്തിന് മുതിരാൻ നിൽക്കരുത്. ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. ഞാൻ ആക്ഷൻ അല്ല കാണിച്ചത്, ഞാൻ നിയമത്തിനാണോ പോയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എൻ്റെ ഈ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ ഈ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലൊരു കാര്യത്തിൽ എടുത്തില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, ഇയാൾ ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തു എന്ന് പറയൂടി, നീ ഏതവനോടെ പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ. ഒളുപ്പുണ്ടോ ഫിറോസേ? ദേശ ഒളുപ്പ്. ഇയാളുടെ ജീവിതത്തിൽ നിന്ന് പോയ ആദ്യ ഭാര്യനെ വിളിച്ചിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ആ സ്ത്രീയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നീ കണ്ട പെണ്ണുങ്ങളുടെ പുറകെയൊന്നും പോകുന്നത് പോരാഞ്ഞിട്ടാണോ സമാധാനത്തോടെ ജീവിക്കുന്ന ആദ്യ ഭാര്യനെയും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്നേ? ആണോ? നിനക്ക് സഹിക്കുന്നില്ല അവർ സമാധാനത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട്? നിനക്ക് അത്രയ്ക്ക് അങ്ങ് മുട്ടി നിൽക്കുകയാണോ നിനക്ക്? പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ കേസെടുക്കണം. 17 വയസ്സുള്ള പെങ്കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഈ നാറി മറ്റേ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാറിയുടെ പേരിൽ കേസെടുക്കണം. ആ പ്രായത്തിലൊരു മോളുണ്ട്, എന്നിട്ടാണ് പരനാറി മറ്റേ ചെറ്റത്തരം കാണിച്ചു കൊടുക്കുന്നത്. ഇവൻ്റെ പേരിൽ പിന്നെ കേസെടുക്കാതെ പിന്നെ എന്തോ ചെയ്യണം? കേസെടുക്കണം. ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവൻ അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയണം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. 2, ഈ താനാണ് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ കറുമ, നന്മമരം, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല എന്നും പറഞ്ഞിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നതല്ലേ? എന്തൊക്കെയായിരുന്നു കർമ്മ കർമ്മ കർമ്മ. കിട്ടിയോ കർമ്മ? നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ വായടച്ച് വല്ല മൂലയ്ക്കും പോയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പുറത്ത് വന്നിട്ട് സജിനയുടെ ഒറ്റ കാര്യം ഫിറോസ് ഖാൻ വിളിച്ച് പറഞ്ഞുള്ളൂ. ഇപ്പുറത്ത് ഇരിക്കുന്നു ലിസ്റ്റ്. ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്നാണ്ട. നിനക്ക് എന്തിൻ്റെ അസുഖമാടാ? നീ വല്ല ഡോക്ടറെയും പോയി കാണുന്നുണ്ടോ? ഇത് ഒരു ലോഡ് ഉണ്ടല്ലോ. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്, അത് കഴിയുമ്പോൾ അടുത്തത്. നിനക്ക് കാര്യമായിട്ട് എന്തോ അസുഖമാണ്. ഡോക്ടർ ഒന്ന് പോയി കാണിക്കുന്നത് നന്നായിരിക്കും ഈ അസുഖത്തിനെ.
നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ട് ഷിയാസിൻ്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ള സാധനം തന്നെയാണ്. നല്ല ഒന്നാന്തരം സ്ത്രീലമ്പടൻ, ഇത്രേ പറയാനുള്ളൂ ഫിറോസ് ഖാനെ കുറിച്ചിട്ട്. വേറൊന്നും ഇതിന് പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല, ശ്രീലമ്പടൻ. പല ആൾക്കാരെയും വിളിച്ച് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ഭീഷണിയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മീഡിയക്കാരനാണ്. ആ മീഡിയക്കാരൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അയാളുമായിട്ട് ഒരു 6-7 മാസം മുന്നേ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇവരുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകും, ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കും. സായി ചേട്ടനാണോ സീക്രട്ട് ഏജന്റ്, ഈ പറഞ്ഞ മീഡിയക്കാരൻ? ആൾക്കാരെ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എന്നോട് നിൽക്കുന്ന ടീമിനെ എല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയവർണ്ണം എന്നുള്ള പറഞ്ഞ സീരിയലിൽ അവരുടെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം ഈ പുള്ളിക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോരേട്ട് എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറയുന്നത് ആ ലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണക്കേടാ, പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ അളക്കുന്നത് അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടന്നപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളി പറയും, നീ അവനോട് മറ്റൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും, ഞാനല്ല ഫിറോസ്ക്ക് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞാൽ അവിടുന്ന് വഴക്കിൽ തുടങ്ങി. ബെസ്റ്റ് സ്വയം കണ്ട പെണ്ണുങ്ങളുടെ പറയൊക്കെ പോരാഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന ആളെയും സംശയം. നല്ല സ്വഭാവം, ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് വേണം അടുത്തുള്ള ആൾക്കാരെ സംശയിക്കാണ്ടിരിക്കാൻ. മനസ്സിലായോ? കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം കൂടെ പോയത് ഫിറോസ് ഖാൻ, എന്നിട്ട് സംശയം അപ്പുറത്ത് നല്ലതൊന്നുമല്ല, എന്നാലും ഞാൻ പറയുന്നത്. അങ്ങനെ അവരെല്ലാം ഉള്ള സീസൺ എനിക്ക് തോന്നുന്നു. അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സൂപ്പർ ചോടിയാണോ അതിൻ്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ള എല്ലാവരും കൂടെ കൂടി എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവ് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡൻറ്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്നു. ഇതിന് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എത്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞ് ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുന്നു തോന്നുന്നു ആ ഇൻസിഡൻറ്റ്. എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുന്നു. ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അവിടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. ഭാര്യ അടുത്തിരിക്കുമ്പോൾ തന്നെ ആഹാ അടിപൊളി. ഇവനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കുറച്ച് ദിവസം. കഷ്ടടേ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫിറോസ് ഖാന് ഭയങ്കര കഴിവാണ്. മറ്റേ വീഡിയോയിൽ വന്നിട്ട് ഘോര പ്രസംഗിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു സജിനയ്ക്ക് അവിഹിതമായിരുന്നു. ഇവൻ അതിനേക്കാളും വലിയ തറയാ, കൂതറ. ഈ കൂതറയാണ് വന്നിരുന്നിട്ട് പറയുന്നില്ല ഞാൻ, ഉളുപ്പ് വേണടോ, താൻ ആദ്യം നന്നാവ്, എന്നിട്ടല്ലേ ഭാര്യ അവിഹിതത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടത്. ആദ്യം താൻ നന്നാവ്. ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളായിട്ട് ഇങ്ങേർക്ക് മറ്റേ പരിപാടി, എന്നിട്ട് ഇങ്ങേര് ഭാര്യയുടെ മറ്റേ പരിപാടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു. കൊള്ളാം കളി. ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞപ്പം സജന ഡിലീറ്റ് ചെയ്തായിരുന്നു. അതുപോലെ ഫിറോസ് ഖാൻ്റെ അക്കൗണ്ടിൽ സജനയെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഫിറോസ് ഖാനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സജന കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ, ഇനി അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം ഡിലീറ്റ് ചെയ്തതാണോ അറിയത്തില്ല.
എന്തായാലും 2 അക്കൗണ്ടിൽ നിന്ന് പല വീഡിയോസും ഡിലീറ്റ് ആയിട്ടുണ്ട്. ശരി എന്നാൽ.